സദസ്സിലും വേദിയിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലത്തിലും ഫാസിസ്റ്റ് അട്ടിമറി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അത്തരമൊരു അട്ടിമറിക്ക് അനുയോജ്യമായ ഭൂമിയും ആകാശവും ഒരുക്കുന്ന ഔപചാരികവും അനൗപചാരികവുമായ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ജനാധിപത്യ മതനിരപേക്ഷ വിരുദ്ധമായ ആശയങ്ങളുടെ കുത്തിയൊഴുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനൗപചാരികം എന്ന് ഞാൻ പറയാൻ കാരണം, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ നിഷ്കളങ്കവും നിരുപദ്രവകരവുമായ നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഓരോരോ കാര്യങ്ങൾ അടർത്തിയെടുത്ത് അപനിർമ്മിക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ എത്രമാത്രം വിധ്വംസകമായ ആശയങ്ങളാണ് അടിച്ചേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. 2011 അതായത് ഒരു 15 കൊല്ലം മുമ്പ് JNUവിൽ മഹിഷാസുര രക്തസാക്ഷി ദിനം ആചരിക്കുകയും അതോടൊപ്പം തന്നെ ബീഫ് കഴിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് JNU ഒരു ശത്രുരാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത്. JNU പോലുള്ള ഒരു കേന്ദ്ര സർവകലാശാലയിൽ സൈനിക ടാങ്ക് സ്ഥാപിക്കുകയാണ് രാജ്യസ്നേഹത്തിൻ്റെ, ദേശീയതയുടെ അടയാളമായിട്ട് ചെയ്തത്. ഞാൻ സൂചിപ്പിക്കുന്നത്, മഹിഷാസുരൻ്റെ രക്തസാക്ഷി ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ സാമാന്യ ബോധം, അതിനെ പിന്തുണയ്ക്കുന്നവർ പോലും സത്യത്തിൽ അതിൻ്റെ സൂക്ഷ്മതല രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും ഓർക്കുന്നില്ല. അതായത് ബഹുസ്വരതയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ആഘോഷിക്കപ്പെടുമ്പോൾ തന്നെ ബഹുസ്വരത അടിച്ചോടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗോത്രജനതയുടെ ആരാധനാമൂർത്തിയാണ്, അവരുടെ ഭൂസംരക്ഷകനും സമാധാന പ്രതീകവുമായ നേതൃത്വമാണ് സത്യത്തിൽ മഹിഷാസുരൻ. പക്ഷേ മഹിഷാസുരൻ നമ്മുടെ സാമാന്യബോധത്തിൽ വില്ലനാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ അടുത്ത് നടന്ന വന്ദേമാതരം അടിച്ചേൽപ്പിക്കൽ പരിശോധിച്ചാലും അതിലെ ദുർഗാസ്തുതി, ദുർഗയെ പൂജിക്കുന്നവർക്ക് ദുർഗയെ, മഹിഷാസുരനെ പൂജിക്കുന്നവർക്ക് മഹിഷാസുരനെ, ഇത് രണ്ടും വേണ്ടാത്തവർക്ക് ഒന്നും വേണ്ട എന്നുള്ള വിസ്തൃതമായുള്ളൊരു കാഴ്ചപ്പാട്, അതിനെയാണ് നമ്മൾ ബഹുസ്വരത എന്ന് വിളിക്കുന്നതെങ്കിൽ ആ ബഹുസ്വരതയ്ക്ക് ഒരിടവും അനുവദിക്കാത്ത ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അനൗപചാരികമായി തന്നെ ഏറെക്കുറെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞതാണ്. ഈ അടുത്ത കാലത്ത് മാത്രമാണ് നമ്മുടെ ബ്രാഹ്മണിക് പ്രത്യയശാസ്ത്രത്തെ അപനിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ചില കാര്യങ്ങൾ രൂപപ്പെട്ടു വന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള നമ്മുടെ ഔപചാരിക കാഴ്ചപ്പാടുകൾ മാത്രമല്ല, അനൗപചാരിക കാഴ്ചപ്പാടുകളും അഴിച്ചു പണിയേണ്ട, അപനിർമ്മിക്കപ്പെടേണ്ട ഒരു പശ്ചാത്തലത്തിലാണ് അത് സംബന്ധമായി അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചുള്ള വളരെ ഗൗരവപൂർണമായ ആലോചനകൾ ഇവിടെ നിർവഹിക്കുന്നത്. രണ്ടാമത് വളരെ സംക്ഷിപ്തമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് 2014 മുതൽ ഇന്ത്യയിൽ ആരംഭിച്ചു എന്ന് മാത്രം കരുതുന്നത് കൃത്യമാവില്ല. 2014 ഇന്ത്യയിൽ ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വരുന്നത് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ അവരുടെ സാംസ്കാരിക മേൽക്കോയ്മ സ്ഥാപിക്കപ്പെട്ടിരുന്നു. അതായത് രാഷ്ട്രീയ മേൽക്കോയ്മ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ സാംസ്കാരിക മേൽക്കോയ്മ രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇത്ര കൂടി കൂട്ടിച്ചേർക്കാൻ പറ്റും. അതായത് ഇന്ത്യയിൽ പല കാലത്ത് ഭരിച്ച, ഇന്ത്യയിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും പല കാലങ്ങളിൽ ഭരിച്ച വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ സാംസ്കാരിക കാഴ്ചപ്പാട് രാഷ്ട്രീയ അധികാരമുള്ള കാലത്ത് പോലും
ഇന്ത്യയിൽ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ത്യയിൽ കേന്ദ്ര ഭരണത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ സാംസ്കാരിക രംഗത്ത് സ്വയം കേന്ദ്രമാവാൻ ഇന്ത്യൻ ജാതി മേൽക്കോയ്മക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ഫാസിസത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഹിന്ദുത്വവൽക്കരണം എന്ന പരികൽപ്പന സത്യത്തിൽ പരോക്ഷമായിട്ടാണെങ്കിലും ജനായത്വത്തിന് പരിക്കേൽപ്പിക്കുന്ന ഒന്നാണ്. കാരണം ഇത് ഹിന്ദുത്വ അട്ടിമറിയല്ല, ഇത് ജാതി മേൽക്കോയ്മ അട്ടിമറിയാണ്. ജാതി മേൽക്കോയ്മ അട്ടിമറി സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി ധരിച്ചൊരു മൂടുപടം മാത്രമാണ്, മുഖംമൂടി മാത്രമാണ് ഹിന്ദുത്വ എന്നുള്ളത്. അതായത് ജാതി മേൽക്കോയ്മയാണ് ഒരു വിധത്തിലും മതതത്വങ്ങളുമായി, ജനകീയ ഹിന്ദുമതതത്വവുമായി പോലും പൊരുത്തപ്പെടാത്ത ഹിന്ദുമതത്തിലെ ഭക്തി പ്രസ്ഥാനവും ഒരു പരിധി വരെ, കാരണം അതിൻ്റെ രൂപത്തിൽ അത് ജനകീയമായിരിക്കുമ്പോഴും അതിൻ്റെ ഉള്ളടക്കത്തിൽ വളരെ കുറച്ചു പേരെ ഒഴിച്ചു നിർത്തിയാൽ അത് ജാതി മേൽക്കോയ്മയെ പിന്തുണയ്ക്കുന്നത് തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, മതം എന്നുള്ളത് ഇന്ത്യൻ ഫാസിസത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു മുഖംമൂടി മാത്രമാണ്. സത്യത്തിൽ അതിൻ്റെ അന്തസത്ത, ഉള്ളടക്കം എന്ന് പറയുന്നത് ജാതി മേൽക്കോയ്മയാണ്. ആ ജാതി മേൽക്കോയ്മയുടെ മിത്തുകളാണ് സത്യത്തിൽ മിത്തോക്രസി എന്ന് പറയുന്ന ജനായത്വത്തെ മിത്തുകൾ എങ്ങനെയാണ് മറികടക്കുന്നത്. അതിന് ഔപചാരിക വിദ്യാഭ്യാസം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ മിത്ത് എന്ന അർത്ഥത്തിൽ, യാഥാർത്ഥ്യം എന്ന അർത്ഥത്തിലല്ല, മിത്ത് എന്ന അർത്ഥത്തിൽ നമ്മൾ പൊതുവിൽ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു തമാശയ്ക്ക് വേണ്ടിയാണെങ്കിലും പരശുരാമനെയാണ് ഓർക്കുന്നത്. മഴുവെറിഞ്ഞിട്ടായാലും കല്ലെറിഞ്ഞിട്ടായാലും പരശുരാമൻ ഉണ്ടാക്കിയതാണ് കേരളം എന്ന ചിരിക്കാൻ വേണ്ടിയാണെങ്കിലും ഒരു തമാശയായിട്ടാണെങ്കിലും മിത്തായിട്ടാണെങ്കിലും നമ്മൾ പറയുന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും അടിത്തട്ടിലെ ജനതയുടെ നിരവധി മിത്തുകളുണ്ട്. അതിലൊരു മിത്താണ് ഏഴുള്ള തുമ്പികൾ മണ്ണുരുട്ടി ഉണ്ടാക്കിയതാണ് കേരളം എന്നല്ല, ഇന്ത്യ എന്നല്ല, ഈ ഭൂമി തന്നെ എന്നൊരു മിത്തുണ്ട്. ഞാൻ പറയുന്ന അത്തരം മിത്തുകൾക്ക്, മിത്തോക്രസി എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗത്തിൻ്റെയും മിത്തുകൾക്ക് ഇടം കിട്ടിയ എന്ന അർത്ഥത്തിലല്ല, ബ്രാഹ്മണിക്ക് മിത്തുകൾക്കാണ് ഇടം കിട്ടിയിട്ടുള്ളത്. എല്ലാ ആചാരങ്ങൾക്കും ഇടം കിട്ടിയിട്ടില്ല, ബ്രാഹ്മണിക്ക് ആചാരങ്ങൾക്കാണ് ഇടം കിട്ടിയത്. ഒരു ഉദാഹരണം മാത്രം പെട്ടെന്ന് ഓർമ്മിക്കാവുന്നതാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു എഗ്നോസ്റ്റിസ്റ്റാണ്. അദ്ദേഹത്തിന് ഒരാചാരത്തിലും പ്രത്യേകിച്ചൊരു താല്പര്യവുമില്ല. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശ്വാസങ്ങളെല്ലാം റദ്ദാക്കപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹം അജ്ഞേയവാദിയാണ്, ഒരു ആചാരത്തിലും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വിശ്വാസമില്ല. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തോട് തഞ്ചാവൂരിൽ നിന്നും വന്ന ബ്രാഹ്മണ പുരോഹിതർ ചമ്രം പടിഞ്ഞിരിക്കാൻ ആജ്ഞാപിക്കുന്നു. നെഹ്റുവിന് അത് നിർവഹിക്കല്ലാതെ ഒരു വഴിയുണ്ടായിരുന്നില്ല. നെഹ്റു നേരത്തെ കുറച്ച് ആസനങ്ങളൊക്കെ പരിചയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് പത്മാസനത്തിലോ അർദ്ധപത്മാസനത്തിലോ ഇരിക്കാനൊന്നും പ്രയാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ യോഗാസനങ്ങളൊന്നും പരിശീലിക്കാത്ത ഒരാളായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് സങ്കല്പിക്കുക. ബ്രാഹ്മണ പുരോഹിതന്മാർ ആജ്ഞാപിക്കുന്ന അനുസരിച്ച് അദ്ദേഹം ഇങ്ങനെ ഇരിക്കാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുക. കെട്ടിമറിഞ്ഞ് വീഴുമായിരുന്നു, ഹോസ്പിറ്റൽ കൊണ്ടുപോകേണ്ട ഒരവസ്ഥ വരുമായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങുകൾക്കിടയിൽ തന്നെ ആ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് പരിക്കേറ്റു എന്നൊരു വാർത്ത ലോകത്താകെ പ്രചരിക്കുമായിരുന്നു. നെഹ്റു ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. കാരണം അദ്ദേഹം ഇതൊക്കെ പരിചരിച്ച ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം അദ്ദേഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനുണ്ടായത്. പിന്നെ ഞാൻ വിചാരിച്ചത് ഇതൊക്കെ ഒരാചാരത്തിൻ്റെ ഭാഗമായി വളരെ സൗജന്യമായിട്ട് ചെയ്യുന്നതിന് കോടിക്കണക്കിന് രൂപയാണ് സ്റ്റേറ്റ് ചിലവാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടം തൊട്ട് നമ്മൾ കാണുന്നത് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ, മിത്തുകൾ, ചുരുക്കി പറഞ്ഞാൽ കോമൺ സെൻസ് എന്ന് പറയുന്ന അന്തോണിയോ ഗ്രാംഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭരണവർഗ തത്വചിന്തയുടെ നാട്ടാചാരം, അതിൻ്റെ ഫോക്ലോർ, അതാണ് അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം. അതായത് വിദ്യാലയത്തിൽ പോവാത്ത മനുഷ്യരടക്കം സ്വാംശീകരിക്കുന്ന,
ആശയ ലോകത്തിൽ പ്രധാനമായത്. അതിനോട് എതിരിടുന്നതും ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്തേക്ക് പോകുമ്പോൾ ഐക്കരപ്പടിയിൽ കണ്ട ഒരു ബോർഡ്, ആ ബോർഡ് ഒരു ഹോട്ടലിൻ്റെയാണ്, പുതുതായിട്ട് വന്നതാണ്. ആ ബോർഡ് എങ്ങനെയാണ്, നമ്പൂതിരീസ് വെജിറ്റേറിയൻ ഹോട്ടൽ. വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, പ്യുവർ വെജിറ്റേറിയൻ ഉണ്ട്, പ്യുവർ വെജിറ്റേറിയൻ ഉണ്ട്. അതിൻ്റെ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലൈറ്റീവ് ഒക്കെ കടന്നിട്ട് അതിനപ്പുറത്തേക്ക് പേരൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് വരുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കാനെടുത്ത ഒരു പുസ്തകം മുമ്പ് കണ്ടതാണ്, ARൻ്റെ ആംഗല സാമ്രാജ്യം. ഒരു ഈശ്വരൻ നമ്പൂതിരിയാണത്, വളരെ മഹാപണ്ഡിതനാണ്. ആദരവോടുകൂടിയാണ് ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നത്. പക്ഷേ അപ്പം ഞാൻ അതിൻ്റെ മറുപുറം ഓർത്തു, ഇത് ചെയ്തത് അയ്യങ്കാളിയോ അതുപോലെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈശ്വരൻ നമ്പൂതിരി എന്ന് പറയുന്നത് പോലെ ഒരു ഈശ്വരൻ പൊലയൻ, ഒരു ഈശ്വരൻ പറയൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാവുന്നതാണ്. പക്ഷെ അപ്പോൾ നമുക്കെന്തോ ഒരു ചേർച്ചയില്ലായ്മ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് എന്നുള്ളത് ഈ കോമൺ സെൻസിന് എന്തോ ഒരു ചേർച്ചയില്ലായ്മ. ഭാഷയിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല, പ്രകൃതി പ്രത്യേക പൊരുത്തുണ്ടാവും, നമുക്കങ്ങനെ പേരിടാം. പക്ഷേ നമുക്കത് ഉൾക്കൊള്ളുമ്പോൾ എവിടെയോ ഒരു കല്ലുകടി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ കല്ലുകടി നമ്മുടെ മേൽക്കോയ്മ നാനാപ്രകാരേണ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തിയ ഒന്നാണ്. അതുകൊണ്ട് ഞാൻ ആമുഖമായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ജാതി മേൽക്കോയ്മക്ക് വിദ്യാഭ്യാസ മണ്ഡലത്തിൽ പ്രത്യേക നിയമം പാസ്സാക്കാതെ തന്നെ 2020 പുത്തൻ വിദ്യാഭ്യാസ പദ്ധതി, പുത്തൻ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി, അതിൽ ഒരു പുതുമയില്ല. പുത്തൻ എന്നുള്ളത് മലയാളത്തിൽ തീർച്ചയായിട്ടും പണത്തിന് ഉപയോഗിക്കുന്ന ഒരു വാക്കുകൂടിയാണ്. നല്ല പുത്തനുള്ള ആളാണ് പുത്തൻ. പുതിയത് എന്നുള്ള അർത്ഥമുണ്ട്, പണം എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസത്തിലെ വാണിജ്യവൽക്കരണത്തെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. പിന്നെ അത് ദേശീയത ഇല്ല ഇതിൽ. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന, വിദ്യാഭ്യാസത്തിൻ്റെ മണ്ഡലത്തിൽ മാത്രമല്ല എല്ലാ മണ്ഡലത്തിലും ദുരുപയോഗം ചെയ്യുന്ന വാക്കുകളിൽ ഒന്ന് ദേശീയത എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്ന ഇനി മൂന്നാമത്തെ, ഈ രണ്ടാമത്തെ ഞാനവിടെ ബ്രാക്കറ്റ് ഇടുകയാണ്. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് സത്യത്തിൽ മേൽക്കോയ്മ ദേശീയതയുടെ ഒരു ആശയ പ്രചാരണത്തിൻ്റെ ഭാഗമാണ്. അതായത് ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് പഠിക്കുമ്പോൾ സൗകര്യത്തിന് വേണ്ടി ഒരു 4-5 തരം ദേശീയതകളെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒന്ന് ജോഗ്രഫിക്കൽ നാഷണാലിറ്റി എന്ന് പറയുന്ന ഭൂമിശാസ്ത്രപരമായ ദേശീയത. അതിൻ്റെ അടിത്തറയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ജനകീയ ദേശീയതാ സങ്കല്പമുണ്ട്. അതോടൊപ്പം തന്നെ സാമുദായിക ദേശീയ സങ്കല്പമുണ്ട്, മതനിരപേക്ഷ ദേശീയ സങ്കല്പമുണ്ട്. ഇതിനെ മുഴുവൻ അട്ടിമറിക്കുന്ന ഒന്നാണ് ഹെജിമോണിക് നാഷണാലിസം എന്ന് പറയുന്ന മേൽക്കോയ്മ ദേശീയത. ആ മേൽക്കോയ്മ ദേശീയത സത്യത്തിൽ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് JNUവിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മഹിഷാസുരനെ രക്തസാക്ഷി ദിനം ആചരിച്ചതും ബീഫ് കഴിച്ചതും ആൻറ്റി നാഷണലാണ്, രാജ്യവിരുദ്ധമാണ് എന്നാണ്, രാഷ്ട്രവിരുദ്ധമാണ് എന്ന ഒരു ആശയമാണ് മുന്നോട്ട് വച്ചത്. അതുകൊണ്ട് തന്നെ ഈ മേൽക്കോയ്മ ദേശീയതയുടെ ആശയങ്ങളെ പാഠപുസ്തകങ്ങളിൽ, ക്ലാസ് മുറികളിൽ, ജീവിതത്തിലെല്ലായിടത്തും രൂപപ്പെടുത്തിയെടുക്കാനുള്ള ആസൂത്രണം, അതിൻ്റെ ഭാഗമായിട്ട് ഏത് കാലത്തും അധികാരം, അതിൻ്റെ ആധിപത്യം ഉറപ്പിക്കാൻ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ചരിത്രത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് കൃത്യമായും മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പല വളവ് തിരിവുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വൈവിധ്യമുണ്ട്. ഓരോ പ്രദേശത്തിനും, ഞാൻ പറഞ്ഞ ജനതയ്ക്ക് മാത്രമല്ല, ഇന്ത്യയെ അതിൻ്റെ ഭൂമിശാസ്ത്ര പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ ഓരോ പ്രദേശത്തിനും വൈവിധ്യമുണ്ട്, അവിടുത്തെ ജനങ്ങൾക്ക് വൈവിധ്യമുണ്ട്. അതുകൊണ്ട് കൃത്രിമമായ ഒരേകത്വത്തിലേക്ക് വെട്ടിച്ചുരുക്കാനാവില്ല. വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലാം അതിൻ്റെ വൈവിധ്യത്തിലാണ് അതിൻ്റെ വിസ്തൃത സ്വഭാവം നിലനിൽക്കുന്നത്. അതിന് പകരം അതിനെ ഒറ്റ വാർപ്പ് മാതൃകയിലേക്ക് വെട്ടിച്ചുരുക്കാനുള്ള ശ്രമങ്ങളാണ് അനൗപചാരികമായി നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഔപചാരികമായ ഒരു അംഗീകാരം കൂടി നൽകുന്നതായിരുന്നു 2020
പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി. അതിൻ്റെ ഒരു പ്രയോഗ രൂപം എന്ന അർത്ഥത്തിലാണ് PM-ശ്രീ പദ്ധതി മനസ്സിലാക്കപ്പെടേണ്ടത്. അതേക്കുറിച്ച് നിരവധി പ്രബന്ധങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാനിത് വളരെ സംക്ഷിപ്തമായൊരു ഇടപെടൽ എന്ന അർത്ഥത്തിൽ ഇത് വിദ്യാലയങ്ങൾക്കകത്ത് വെച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മണ്ഡലത്തിലെ ഒരു സമരത്തിലൂടെ മാത്രം മറികടക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് വേണം. അതോടൊപ്പം തന്നെ വളരെ അനിവാര്യമായും നമ്മുടെ ജീവിതത്തിൻ്റെ സകല തുറകളിലും ഇത്തരത്തിലുള്ള ഒരു ആശയപ്രക്ഷോഭവും അതോടൊപ്പം തന്നെ വിപുലമായ കൂട്ടായ്മകളും അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ സൈനികവൽക്കരണമുണ്ട്. രണ്ട് തരത്തിലുള്ള സൈനികവൽക്കരണമുണ്ട്. ഒന്ന് പ്രകടവും പ്രത്യക്ഷവും നഗ്നവുമായ സൈനികവൽക്കരണം, മറ്റൊന്ന് സൂക്ഷ്മതലത്തിലുള്ള ഗ്രാംഷിയൊക്കെ പറയുന്ന മോളിക്കുലാർ മാനിപ്പുലേഷൻ, ഏറ്റവും സൂക്ഷ്മതലത്തിൽ തന്നെ നിർവഹിക്കുന്ന പലതരം അട്ടിമറികൾ. ഇത് രണ്ടിനെയും ജനകീയമായി എതിർത്ത് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. അതിന് സത്യത്തിൽ വികേന്ദ്രീകൃതമായി നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ പ്രദേശങ്ങളിലും ജനകീയമായ കൂട്ടായ്മകൾ രൂപപ്പെട്ടു വരണം. അവിടെ യഥാർത്ഥ ചരിത്രം, ആ ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ, യഥാർത്ഥ മിത്തുകൾ. ഇപ്പം ഞാൻ 1600-ാം ആണ്ടിൽ ഒരു 4 നൂറ്റാണ്ട് മുമ്പ് കുഞ്ഞാലി മരയ്ക്കാൻ നാലാമനെയായിട്ട് ബന്ധപ്പെട്ട ഒരു മിത്ത്, ആ മിത്തുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നു എന്നതിനപ്പുറത്ത് നമ്മളതിനെ അനുഭവിക്കുകയാണ്. അതിൻ്റെ മൂല്യമാണ് പ്രധാനം. ഞാൻ ഈ മിത്തിൽ വിശ്വസിക്കുന്നില്ല, പക്ഷേ അതിൻ്റെ മൂല്യം നമ്മളെ മുന്നോട്ട് നയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സത്യത്തിൽ അത്തരം മിത്തുകൾ, ജനകീയ മിത്തുകൾ ജനങ്ങൾക്ക് മുമ്പിൽ തെരുവിൽ കവിതയും പാട്ടും നാടകവുമായിട്ട്, അതുമാത്രമല്ല സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെയൊക്കെ എത്രയോ കാര്യങ്ങൾ വിവിധ മതങ്ങളിൽ മതരഹിത കാഴ്ചപ്പാടിൽ ഒക്കെയുള്ള സൗഹൃദം, സ്നേഹം, സംവാദം എന്നിവയെ ശക്തിപ്പെടുത്തുന്ന പലതരത്തിലുള്ള ആശയങ്ങൾ ഒന്നിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന തരത്തിൽ ഒരു സമാന്തര ജനകീയ വിദ്യാഭ്യാസ വിമോചന പദ്ധതിക്ക് രൂപം നൽകാൻ നമ്മൾ ഈ ഹാളിൽ നടത്തുന്ന പ്രഭാഷണങ്ങളൊക്കെ പ്രധാനമാണ്. വ്യത്യസ്ത ആശയങ്ങൾ ഇത് സംബന്ധമായി അവതരിപ്പിക്കുന്നതും സംവാദം നടക്കുന്നതും പ്രധാനമാണ്. ഞാനിതിനെ ഏതെങ്കിലും സർക്കാരുകളിലേക്ക് മാത്രമായിട്ട് യോജിപ്പിക്കുന്നതിനെ, ബന്ധിപ്പിക്കുന്നതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ഒരാളല്ല. കാരണം ഇത് സർക്കാരുകൾക്കൊക്കെ അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ കുഞ്ഞാലി മരക്കാരെ കുറിച്ച് പറഞ്ഞ മിത്ത്, ആ മിത്ത് ഇതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വിവരിക്കേണ്ടല്ലോ. നമ്മൾ മലയാളികൾ മറക്കാനാവാത്ത എത്രയോ പോരാളികളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഗോവയിലേക്ക് കൊണ്ടുപോവുകയും അതിൻ്റെ അകത്തുള്ളൊരു ചതിയൊക്കെ ചരിത്ര പുസ്തകങ്ങളിൽ വന്നതാണ്. അദ്ദേഹം അവസാനം സാമൂതിരിക്ക് കീഴടങ്ങാം ആ ഒരു കരാറിൽ വാളൊക്കെ തൂക്കിപ്പിടിച്ച് വരുമ്പോൾ അദ്ദേഹത്തെ പോർച്ചുഗീസുകാർ കരാർ ലംഘിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാണ്. സാമൂതിരിയുടെ പട്ടാളം അതിനെതിരെ, നായർ പട്ടാളം അതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി. പക്ഷേ കൊള്ള മുതലുകൾ അവർക്കിടയിലേക്ക് തുറന്നു വെച്ചു കൊടുത്തു. അതോടെ അവരുടെ പ്രക്ഷോഭം അടങ്ങി. അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് തല വെട്ടി ഉപ്പിലിട്ടിട്ട് പീസാക്കിയിട്ട് കണ്ണൂരേക്കും കോഴിക്കോട്ടേക്കൊക്കെ അയച്ചു. അദ്ദേഹത്തെക്കുറിച്ചുള്ള മിത്ത് ഇതാണ്. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം ഒരു വെള്ളത്തുവാല അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ കയ്യിൽ കൊടുത്തിരുന്നു അത്രേ. ഗോവയിൽ നിന്ന് അദ്ദേഹത്തെ തൂക്കിലെത്തിയപ്പോൾ കഴുത്ത് വെട്ടി തല കഷ്ണമാക്കി ക്രൂരമായ കൊല നടത്തിയപ്പോൾ ഈ ടവ്വൽ രക്തത്തിൽ കുളിച്ചു എന്നാണ് പറയുന്നത്. അത് കുഞ്ഞാലി മരക്കാരുടെ പകരമായിട്ട് സങ്കല്പിച്ചിട്ട് അത് മറവ് ചെയ്യുകയും ചെയ്തു എന്നാണ് മിത്ത്. ഇത് വിശ്വസിക്കുന്നോ വിശ്വസിക്കാതിരിക്കുന്നോ എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മിത്ത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അല്ല, അതൊരു അനുഭവമാണ്. ഇങ്ങനെയുള്ള ധാരാളം ജനകീയ മിത്തുകൾ കേരളത്തിലുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്. പക്ഷെ ആ മിത്തുകൾക്കൊന്നും യാതൊരു പരിഗണനയും കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ മിത്തുകൾക്ക് ഒരു സ്ഥാനമുണ്ട്. ചരിത്രം മിത്തല്ല. പക്ഷേ ഇന്ത്യയിൽ
ചരിത്രം എന്നുള്ളത് അട്ടിമറിക്കപ്പെടുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2020 ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം വരുമ്പോൾ മാത്രമല്ല, 2018 മാർച്ചിൽ ഔദ്യോഗികമായി ചരിത്രം അട്ടിമറിക്കാനുള്ള ഒരു സമിതി ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കിനെപ്പോലുള്ള സംഘപരിവാർ ചരിത്ര പ്രതിഭകൾ നടത്തിയ ഇടപെടൽ മാത്രമല്ല, മറിച്ച് 2018 KN ദീക്ഷിത്, ആർക്കിയോളജിക്കൽ ഓഫ് ഇന്ത്യയുടെ പ്രധാന ഉദ്യോഗസ്ഥനായ KN ദീക്ഷിതിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി രാകേഷ് വർമ്മ ചെയർമാനായിട്ട് ചരിത്രം തിരുത്താനുള്ളൊരു കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ചരിത്രം പലതും തിരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ തിരുത്തപ്പെട്ട ചരിത്രം പാഠപുസ്തകങ്ങളായിട്ട് പല സ്ഥലത്തും പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്തെ ഫാസിസ്റ്റ് അട്ടിമറിയെക്കുറിച്ചുള്ള ആലോചനയുടെ ഒരു ഭാഗമായി അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും മറ്റും അനിവാര്യമായി തീരുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിനെ പൂർണ്ണമായിട്ടും ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇതിനെ പൂർണ്ണമായിട്ടും പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ബദലുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായി ആലോചിക്കേണ്ടത്. ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ ഈ ചരിത്രം മാറ്റിയ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടെക്സ്റ്റ് ബുക്ക് വരും. അതോടൊപ്പം തന്നെ സർഗാത്മകതയുടെയും ദൈക്ഷണികതയുടെയും ഒരു ലോകത്ത് നിന്ന് വിദ്യാർത്ഥികളെ, അതാണെങ്കിൽ ജനപ്രിയമായിരിക്കും, തൊഴിൽ നൈപുണിയുടെ അടിസ്ഥാനത്തിലേക്ക് ചുരുക്കുന്ന, ഗവേഷണങ്ങൾക്ക് പോലും റിസർച്ചിന് പോലും എന്തൊക്കെ വിഷയം സ്വീകരിക്കാം, എന്തൊക്കെ വിഷയം സ്വീകരിച്ചുകൂടാ എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്ന, PhD ഗവേഷണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് അനിവാര്യമായും തനിക്ക് PhD കിട്ടണമെന്നും അത് തൻ്റെ അക്കാഡമിക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആഗ്രഹമുണ്ടാവും. അയാൾക്ക് സാമൂഹ്യമായ ഉത്തരവാദിത്വം ഉണ്ടാവും. ആ സാമൂഹ്യമായ ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അയാൾ ആദ്യം വിഷയം തിരഞ്ഞെടുക്കുക. പക്ഷേ ആ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം ആ അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അക്കാദമികമായ തൻ്റെ ജീവിതം അവതാളത്തിലാകും എന്നൊരവസ്ഥ വന്നാൽ അതൊരിക്കലും സ്വീകരിക്കപ്പെടില്ല. അതുകൊണ്ട് പരോക്ഷമായ ചില നിയന്ത്രണങ്ങളിലൂടെ നമ്മുടെ ദൈക്ഷണിക രംഗത്തെ പരിമിതപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് തൊഴിൽ നൈപുണ്യം എന്നൊക്കെ ഉള്ളത് പ്രധാനം തന്നെയാണ്. പക്ഷേ സർഗാത്മകത, വിദ്യാഭ്യാസം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും മൗലികമായ, നമ്മൾ സാധാരണ പൗളോ ഫെറേറയെക്കുറിച്ചൊക്കെ പറയും, ഒരുപാട് വിദ്യാഭ്യാസ ചിന്തകരുണ്ട്. അവരൊക്കെ പറഞ്ഞതിൻ്റെ ആകത്തുക നോക്കി നമ്മളൊന്ന് ചുരുക്കിയാൽ ഒരു മൃഗത്തെ മനുഷ്യനാക്കുന്ന വലിയൊരു പ്രവർത്തനമാണത്. ഒരു മൃഗത്തെ മനുഷ്യനാക്കുക എന്ന് പറയുമ്പോൾ സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെയും സംവാദത്തിൻ്റെയും ഒക്കെ ഒരു ലോകത്തിലേക്ക് വളർത്തണം. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ പൗളോ ഫെറേറ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം നേടാനുള്ളൊരു സാംസ്കാരിക പ്രവർത്തനമാണ് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം. മറ്റു പലതും അതിനോടൊപ്പം അനിവാര്യമായി ഉണ്ടാവണം. പക്ഷേ ഇത് കുരുതി കൊടുക്കപ്പെടരുത്. എന്നാൽ പുതിയ വിദ്യാഭ്യാസ ചിന്തകളിൽ അപ്രത്യക്ഷമാകുന്നത്, ഇല്ലാതാക്കപ്പെടുന്നത് ഈ സർഗാത്മകതയുടെയും സംവാദാത്മകതയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഫെഡറലിസത്തിൻ്റെയും മാനവികതയുടെയും ഒരു ലോകമാണ്. ഞാൻ നേരത്തെ മേൽക്കോയ്മ ദേശീയതയെപ്പറ്റി പറഞ്ഞു. മേൽക്കോയ്മ ദേശീയതയുടെ കാഴ്ചപ്പാടിൽ ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണം വിഘടനവാദം ഉണ്ടാക്കുന്നതാണ്. ഇന്ത്യൻ ഫാസിസ്റ്റുകളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിയാൽ കാണാം, ഭാഷയെ അടിസ്ഥാനമാക്കിയിട്ട് സംസ്ഥാനം രൂപീകരിച്ചത് ഇന്ത്യൻ ദേശീയതയെ പൊളിക്കാനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവർ ഫെഡറലിസത്തിനെതിരാണ്. ആ ഫെഡറൽ വിരുദ്ധ കാഴ്ചപ്പാടാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ വളരെ കൃത്യമായും നടപ്പിലാക്കപ്പെടുന്നത്. നമ്മൾ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യം ഇവിടുത്തെ മൂലധന ശക്തികളാണ് ആദ്യം മുന്നോട്ട് വച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഇന്ത്യ ഒരൊറ്റ വിപണി എന്ന തത്വമാണ്. അത് കമ്പോളത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു ഏകീകരണമാണ്, ഒരു വലിയ വിപണി. എന്നാൽ ഇന്ത്യൻ ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അത് വിപണിക്കു അപ്പുറത്തുള്ള ഒന്നാണ്. ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്,
നമ്മളിപ്പോൾ ഒരു ക്ഷേത്രം കൊള്ളയടിക്കുമ്പോൾ, ആരാധനാലയം കൊള്ളയടിക്കുമ്പോൾ അത് പ്രകടമാണ്. ഇപ്പോൾ നമുക്കറിയാം ചമ്പത്ത് റായ് സമ്പത്ത് റായ് ആയി. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഫ്രാൻസ് കാഫ്കയുടെ മെറ്റമോർഫോസിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒന്നാണ്. പക്ഷേ അത് പ്രകടമാണ്. അതിനെതിരെ പ്രതികരണം ഉണ്ടാവുന്നുണ്ട്. കമ്മീഷൻ വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. വന്നാലും ഇല്ലെങ്കിലും വലിയ നടുക്കൊന്നും ആളുകൾക്കില്ലെങ്കിലും അതേക്കുറിച്ച് അറിയാം. എന്നാൽ മതനിരപേക്ഷത ഉൾപ്പെടെയുള്ള മാനവിക മൂല്യങ്ങൾ പതുക്കെ കൊള്ളയടിക്കപ്പെടുമ്പോൾ, മാനവിക മൂല്യങ്ങളുടെ കഴുത്തറക്കുമ്പോൾ, സൂക്ഷ്മതലത്തിൽ നിർവഹിക്കുമ്പോൾ അത് വേണ്ടത്ര പ്രകടമാവില്ല. ഇത്തരത്തിലുള്ള ഒത്തുചേരലുകൾ, പലതരത്തിലുള്ള പ്രബന്ധാവതരണങ്ങൾ ഈ അദൃശ്യമായിട്ടുള്ള ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തിൽ സംഭവിക്കുന്ന അദൃശ്യമായ ആക്രമണങ്ങളെ ദൃശ്യമാക്കാനുള്ള ഒരു ജനകീയ സാംസ്കാരിക പ്രവർത്തനം എന്ന അർത്ഥത്തിലാണ് ഇതുപോലുള്ള കൂട്ടായ്മകൾ, പ്രബന്ധാവതരണങ്ങൾ, അതിൻ്റെ ഭാഗമായ പ്രചാരണ പ്രവർത്തനങ്ങൾ എന്നിവ പ്രസക്തമാകുന്നത്. അത് ആശയതലത്തിൽ ആരംഭിച്ച് അവിടെ അവസാനിക്കാതെ അത് പ്രായോഗിക തലത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഔദ്യോഗികമായി ചരിത്രം തിരുത്താൻ തീരുമാനിച്ചാൽ ആ തിരുത്തിയ ചരിത്രങ്ങൾ പാഠപുസ്തകങ്ങളായിട്ട് വന്നാൽ, അത് പരീക്ഷയിൽ ചോദ്യങ്ങളായിട്ട് കടന്നു വന്നാൽ അതിനെ പൂർണ്ണമായിട്ടും വേരോടെ പിഴുതെറിയാൻ ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പ്രയാസമായിരിക്കും. എന്നാൽ അതിനെ അപനിർമ്മിക്കുന്ന തരത്തിലുള്ള ബദൽ ജനകീയ പ്രതിരോധങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അത്തരം പ്രവർത്തനങ്ങൾക്കുള്ള ഊർജമായി ഈ കൂട്ടായ്മ പരിണമിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.